തിരഞ്ഞെടുപ്പ് കാലമായാലും അല്ലാത്ത സമയമായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് നുഴഞ്ഞുകയറ്റക്കാർ അഥവാ ഇൻഫിൽട്രേറ്റേഴ്സ്. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു സംഭവമാണെന്നും ഗൗരവകരമായ വിഷയമാണെന്നുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള BJP നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇവരുടെ വാക്കുകളിൽ എത്രത്തോളം വസ്തുതയുണ്ട്? എന്താണ് സർക്കാർ കണക്കുകൾ പറയുന്നത്? ദ വയർ എന്ന മാധ്യമം വിവരാവകാശ രേഖയിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നു എന്നതാണ്. ആദിവാസി മേഖലകളിൽ നുഴഞ്ഞുകയറ്റക്കാർ കയറി വരുന്നുവെന്നും അവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നുവെന്നും അമിത്ഷാ തന്നെ പലവട്ടം പല പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരെ തൂത്തെറിയും എന്നതായിരുന്നു ഇവരുടെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. രാഷ്ട്രീയമായി വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ പ്രസ്താവനകൾ. എന്നാൽ ഇതേക്കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചോ അങ്ങനെ വന്നവരെ കുറിച്ചോ സർക്കാരിന്റെ പക്കൽ യാതൊരു ഡാറ്റയുമില്ല. ജാർഖണ്ഡിൽ നുഴഞ്ഞുകയറ്റക്കാർ കയറി വരുന്നു എന്നതിന് യാതൊരു തെളിവുകളും ഇല്ല. അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ വന്ന് ഭൂമി തട്ടിയെടുക്കുന്നു എന്ന ചോദ്യത്തിനും ഒരു മറുപടിയും ലഭിച്ചിട്ടുമില്ല. ഏത് കാലയളവിലാണ് ഇത്രയധികം നുഴഞ്ഞുകയറ്റം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റ ക്രോഡീകരിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി. അതായത് രാഷ്ട്രീയ ലാഭത്തിനായി ഉയർത്തുന്ന വലിയൊരു ആരോപണത്തിന് പിന്നിൽ കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ പിൻബലമില്ലെന്ന് സാരം. ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം ഉയരുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുമ്പോൾ അത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം തന്നെ RTI മറുപടിയിൽ കൈമലർത്തുന്നു. ബംഗ്ലാദേശ് അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം കുറഞ്ഞു എന്നാണ് മുൻപ് ഇതേ സർക്കാർ പാർലമെന്റിൽ നൽകിയ ചില മറുപടികൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് റാലികളിൽ മാത്രം ഈ പ്രശ്നം ഇങ്ങനെ ആളിക്കത്തുന്നത്? ഇത് കേവലം വർഗീയ ധ്രുവീകരണത്തിനായുള്ള തന്ത്രമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായ കണക്കുകളുടെ പിൻബലമില്ലാത്ത പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ ഭീതിയും വിദ്വേഷവും പടർത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം പൊള്ളത്തരങ്ങൾ വിവരാവകാശ നിയമം വഴി പൊളിയുമ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.